അപ്പോൾ ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ഐഡിയ രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് മെയിലിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വന്നിട്ടുണ്ടാവും. അത് YIP ലോഗിനിൽ കയറിയിട്ട് സ്റ്റുഡൻറ്റ് ലോഗിനിൽ കയറിയിട്ട് ആ യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലോഗിൻ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്ത് കംപ്ലീറ്റ് BOS കൊടുക്കുക. ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ഉണ്ട്, അത് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് ഒരു 6-7 ക്വിസ്സാണ്. അതൊന്ന് ആൻസർ ചെയ്ത് സക്സസ്ഫുൾ ആവാം. അഥവാ സക്സസ്ഫുൾ ആയില്ലേ ഒന്നുകൂടെ റീട്രൈ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് അതൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആൻസറിന് നേരെ ക്ലിക്ക് ചെയ്താൽ മതി. അത് നമുക്ക് ആൻസറായിട്ട് എടുത്തോളും. കുറേ ആൻസർ നമ്മൾ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എല്ലാവർക്കും. ആൻസർ നമ്മൾ തന്നിട്ടുണ്ടല്ലോ. സക്സസ്ഫുള്ളി ക്വാളിഫൈഡ്. അപ്പം വേണേൽ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ക്രിയേറ്റ് ഗ്രൂപ്പിലേക്കാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിനൊരു ലീഡറാണ് ആദ്യം കയറുന്ന ആൾ. ഒരു ഗ്രൂപ്പിനൊരു 3 സ്റ്റാർസ് എന്നോ കുറ്റൂർ സ്റ്റാർസ് എന്നോ ഒരു പേര് കൊടുക്കുക. പേര് കൊടുത്ത് ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. എന്നിട്ട് രണ്ട് പേരുണ്ടെങ്കിൽ നമുക്ക് ഐഡിയ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. 2-3 പേര് വേണം. അപ്പോൾ 2 കൂട്ടുകാർക്കും കൂടെ 1-2 കൂട്ടുകാർക്കും കൂടെ ഇതിൻ്റെ ഇൻവൈറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഇത് കൊടുക്കുക. അപ്പോൾ ഷെയർ കൊടുക്കുകയാണെങ്കിൽ ആ കൂട്ടുകാരുടെ വാട്സപ്പിലേക്ക് അത് വരും. അവർ ആ വന്ന വാട്സപ്പ് മെസ്സേജിനകത്തൊരു അല്ലെ മെയിൽ മെസ്സേജിനകത്തൊരു ഗ്രൂപ്പ് ഐഡിയും ഒരു പാസ്വേഡും കാണും. അത് ഇവിടെ വന്നിട്ട് ജോയിൻ ഗ്രൂപ്പ് കൊടുക്കണം. ഒരിക്കലും കൂട്ടുകാർ വന്ന് ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ഗ്രൂപ്പ് കൊടുക്കണം. അവർ ഗ്രൂപ്പ് പിന്നെ കൂട്ടുകാർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യരുത്, ലീഡർ മാത്രമേ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാവൂ. അവരിത് വന്നിട്ട് ആ വന്ന ലിങ്ക് ജോയിൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ട് അത് മേളിൽ പിന്നെ 3 ലൈൻസ് ഉണ്ട്. ആ ലൈൻസിൽ തൊടുമ്പം ഗ്രൂപ്പ് കാണാം, ഗ്രൂപ്പ്സ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നീ ജോയിൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ വ്യൂ ഗ്രൂപ്പ് കാണാം. വ്യൂ ഗ്രൂപ്പിൽ കയറി യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്താൽ മതി. വന്ന യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്താൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ലീഡറിന് കാണാം 2 പേര് അവിടെ ജോയിൻ ചെയ്തെന്ന്. എന്നിട്ട് മാത്രമേ നമുക്ക് സബ്മിറ്റ് ഐഡിയ കൊടുക്കാൻ പറ്റൂ. അപ്പം വാട്സപ്പ് വഴി ഷെയർ ആണെങ്കിൽ വാട്സപ്പ് വഴി നമുക്ക് ഈ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അവർക്കൊരു ലിങ്ക് വന്നിട്ടുണ്ടാവും, ലിങ്ക് താഴെ ഉണ്ടാവും. അപ്പോൾ ആ ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് ഗ്രൂപ്പ്, അപ്പോൾ 2 പേരായ ഒരു ഗ്രൂപ്പായി 3 പേർക്കും ആകാം. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് കാണാൻ 2 പേര് ചേർന്നാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സബ്മിറ്റ് ഐഡിയയാണ്. സബ്മിറ്റ് ഐഡിയ കൊടുക്കുക, അല്ലെ ആശയം രൂപീകരിക്കുക. അവിടെ സബ്മിറ്റ് ഐഡിയ കൊടുക്കുമ്പം കുറേ തീമുകൾ വരും. ആ തീമുകളിൽ പ്രോബ്ലം ഷെൽഫിൽ കുറേ തീമുകൾ കാണാം. കണ്ടില്ലെങ്കിൽ ഗ്രൂപ്പ് മറ്റേ മുകളിലത്തെ 3 ലൈൻ തൊട്ട് ഗ്രൂപ്പ് തൊട്ട് വ്യൂ ഗ്രൂപ്പ് കൊടുത്ത് അങ്ങനെ പോയാൽ മതി. സബ്മിറ്റ് ഐഡിയ കൊടുത്ത് പോയാൽ മതി. എന്നിട്ട് നമ്മൾ ആ തീമിൽ നിന്ന് പ്രോബ്ലം ഒന്ന് വേണേൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കും. നമുക്ക് എവിടെയെങ്കിലും സെർച്ച് ചെയ്യണേ. എന്നിട്ട് ഫെസിലിറ്റേറ്റർ നിങ്ങളുടെ ടീച്ചറിൻ്റെ പേര് സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കുറേയൊക്കെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ വരും. നമ്മൾ തീമോ പ്രോബ്ലമോ സെലക്ട് ചെയ്താൽ തീമിൽ വരുന്ന ഏതെങ്കിലും പ്രോബ്ലം സെലക്ട് ചെയ്താൽ കുറേ ആദ്യത്തെ പേജെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ 1ാമത്തെ പേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2ാമത്തെ പേജിലേക്കാണ് നമ്മൾ പോകുന്ന ഐഡിയ. അവിടെ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേയൊക്കെ അതിൻ്റെ ഡിഫൈൻ ദ പ്രോബ്ലത്തെ എന്ത് പ്രോബ്ലം ആണെങ്കിലും സെർച്ച് ചെയ്യുന്നതെന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് പിന്നെ ചിലത് ഡീറ്റെയിൽഡ് ആയിട്ട് 100 വാക്കിലൊക്കെ വരുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ താഴെ ബാക്ക് ബട്ടന് പകരം നമ്മുടെ ഹോം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഹോം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പിൽ പോകാം. അവിടെ മെറ്റായിലോ അല്ലെ ഗൂഗിളിലോ ഒക്കെ പോയിട്ട് ആ പ്രോബ്ലം അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ചോദ്യം പേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൻസർ കിട്ടും. അത് നമ്മൾ പിന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് മെറ്റായിലാണെങ്കിൽ ആ വന്ന ആൻസർ ഒന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ ഒരു വാട്സപ്പിൽ അമ്മയുടെ നമ്പറിലോ കൂട്ടുകാരുടെ നമ്പറിലോട്ടോ ഒന്ന് പേസ്റ്റ് ചെയ്ത് ഒന്ന് എഡിറ്റ് ചെയ്യുക. കാരണം അത് പൊതുവായിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നവർ കേരള അല്ലെ ഇന്നവർ ലൊക്കാലിറ്റി എന്നൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി കൂടെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്യുക. അത്രയൊക്കെ നമ്മുടെ പ്രോബ്ലത്തിനെ ഒന്ന് ഇച്ചിരി കൂടെ ഒക്കെ മാറ്റി അത് മറ്റേ എന്നൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഒരു ജെന്യുവിൻ പ്രോഡക്റ്റ് ആക്കി ഇന്നവർ കേരള എന്നൊക്കെ ആക്കി അല്ലെ ഓഫ് കേരള എന്നൊക്കെ ആക്കി ഇറ്റ് അഫക്റ്റ് അല്ലെ ഇറ്റ്സ് എ ക്രൂഷ്യൽ പ്രോബ്ലം ആണെന്നൊക്കെ എഴുതി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്നിട്ടൊക്കെ എഴുതി ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആവാം. എന്നിട്ട് അതിനെ പിന്നെയും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെന്തുവാ ഗൂഗിളിൽ ചെന്നിട്ട്
ഇത് ബാക്ക് അടിച്ചിട്ട് നമ്മൾ മെറ്റയായി ബാക്ക് അടിച്ചിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മെറ്റയായിൽ നിന്ന് ബാക്ക് അടിച്ചിട്ട് നമ്മൾ പോയി ഗൂഗിളിൽ ചെന്നിട്ട് നമ്മുടെ YIP ലോഗിനിൽ ചെന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്ത് അങ്ങനെ നമുക്ക് പോകാം. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരുവിധപ്പെട്ടതെല്ലാം നമുക്ക് ആൻസർ ചെയ്തു പോകാം. ഇച്ചിരി ഒന്ന് കസ്റ്റമൈസ് ചെയ്യുക. ഒരു വാട്സപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് മാറ്റിയെടുക്കുക നമ്മുടേതായിട്ട്. ബാക്ക് അടിച്ചിട്ട് തിരിച്ച് ഗൂഗിളിൽ പോവുക. തിരിച്ച് ഗൂഗിളിൽ പോകുമ്പോൾ ഇവിടെ വരും. പിന്നെ ഇവിടെ ഇനി അപ്ലോഡ് ഫയൽ വരും. അപ്പോൾ അതിൽ നമ്മൾ ഈ പ്രോബ്ലത്തിന് ഇന്നൊവേറ്റീവ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സെർച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി ഇതുപോലെ ഒന്ന് എടുത്താൽ, അല്ലെ സർവേ നടത്തി ആരെങ്കിലുമായിട്ടുള്ള അവരുമായിട്ട് സർവേ നടത്തിയപ്പം ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതി അത് നമുക്ക് ക്യാപ്ചർ ഡാറ്റ എന്നവിടെ ഉണ്ട്. നമ്മൾ ആ അപ്ലോഡ് ഫയലെ തൊടുമ്പം ക്യാപ്ചർ ഡാറ്റ വരും. അത് ക്യാമറയാണ്. ആ ക്യാമറയിൽ തന്നെ നമുക്ക് ആ ഡോക്യുമെൻറ്റിലോട്ട് കാണിച്ച് അത് ഫോട്ടോ അവിടെ അപ്ലോഡായിട്ട് വരും. അപ്പോൾ അപ്ലോഡ് ഡോക്യുമെൻ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ആരുമായിട്ടൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സർവേ നടത്തിയിട്ടുണ്ട്. സർവേ നടത്തി ചോദ്യങ്ങളൊക്കെ വേണേ എഴുതി, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വേണേ എഴുതി, അവരെന്താ കസ്റ്റമേഴ്സ് പറഞ്ഞെന്നുള്ളതൊക്കെ എഴുതി വേണേ ഒരു ഫോട്ടോ എടുത്ത് അവിടെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു അപ്ലോഡ് ഡോക്യുമെൻ്റ് പിന്നെ അടുത്ത പേജിലും വരുന്നുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തെക്കുറിച്ചായിരിക്കും. അവിടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയതോ അല്ല ചെയ്യാൻ പോകുന്ന ഡിസൈൻ ചെയ്ത് ഒരു ഫ്ലോ ചാർട്ട് ആക്കിയതോ ഒക്കെ ഇതുപോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുവാണോ റിസർച്ചാണോ, നമ്മൾ റിസർച്ച് കൊടുക്കാം. പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, നമ്മൾ റിസർച്ച് ചെയ്ത് ഐഡിയ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കാം. പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് അതാവാം. ഈ സെൻസേഴ്സൊക്കെ വെച്ച് അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ എന്താണെന്നോ അത് നമ്മൾ ഈ അപ്ലോഡ് ഫയൽ കൊടുക്കുമ്പം ക്യാപ്ചർ ഡാറ്റ വരും. അത് വെച്ച് അങ്ങ് ഫോട്ടോ ഇടുക. ക്യാപ്ചർ ഡാറ്റയെ തൊടുമ്പോൾ നമുക്ക് ഫോട്ടോ അവിടെ എടുക്കാം. അതിവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കുറേ ഉള്ളത് നല്ലതാണ്. ജെന്യൂനിറ്റിയാണ് ആ ഒരു റിസർച്ചിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാം. എല്ലാം കൂടെ ഒരു 15 മിനിറ്റിലൊക്കെ ഒരു ഐഡിയ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഐഡിയയിൽ നമുക്ക് താല്പര്യമുള്ളൊരു മേലൊന്ന് സെർച്ച് ചെയ്തിട്ടിരിക്കാമെങ്കിൽ. സാധാരണ വരാൻ പോകുന്ന ക്വസ്റ്റ്യനൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ എല്ലാം ഒരു ആൻസർ ഒന്ന് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് പറ്റും. 1, 2, 3, 4 ഐഡിയകൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ പേര് മാറ്റിയാൽ എത്ര ഐഡിയ വേണേലും സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ കൂട്ടുകാർ തന്നെ ആകാം, വേറെ കൂട്ടുകാരുമായിട്ട് ചേർന്നും ആകാം. അപ്പോൾ അത് എത്ര വേണേലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് സാമ്പിളായിട്ട് ട്രയലായിട്ട് ചെയ്യുക. പിന്നെയും ഗ്രൂപ്പിന് പേര് മാറ്റി ഇതേപോലെ ക്രിയേറ്റ് അനദർ ഗ്രൂപ്പ് കൊടുത്ത് പേര് മാറ്റി ഇതുപോലെ തന്നെ സെർച്ച് ചെയ്യാം. ഇതുപോലെ ആഡ് ചെയ്ത് പോകാം. ഈ അപ്ലോഡ് ഫയൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേജ് വരും. ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ക്യാപ്ചർ ഡാറ്റ കൊടുത്ത് നമുക്കങ്ങനെ എടുക്കാം. ജസ്റ്റ് വൺസ് കൊടുത്ത് അല്ല ഓൾവേസ് കൊടുക്കുക. എല്ലാം കൊടുത്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് നമ്മൾ ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മളെടുത്ത ടോപ്പിക്കിൻ്റെ അത്രയും ഒരു ആൻസർ സെർച്ച് ചെയ്ത് വെച്ചാൽ എളുപ്പമല്ല. ഇങ്ങനെയായാലും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. മൊബൈലിലാണ് എനിക്ക് തോന്നുന്നു കുറേ കൂടെ എളുപ്പമെന്ന് തോന്നുന്നു. കാരണം ഈ മെറ്റയായി ഒക്കെ പെട്ടെന്ന്, അല്ലെ വാട്സപ്പ് നമുക്ക് കമ്പ്യൂട്ടറിൽ എടുക്കണം. പിന്നെ അടുത്തതൊരു നമ്മൾ എന്നിട്ട് ഈ ഐഡിയ സേവ് ചെയ്യും. എല്ലാം ടൈപ്പ് കഴിഞ്ഞ് സേവ് ചെയ്യാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. അത് കഴിയുമ്പോഴേ പിന്നെ അടുത്ത പേജ് വരും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജ് വന്നിട്ട് അവിടെ നിങ്ങൾ പേറ്റൻ്റ് അപേക്ഷിച്ചോ അതോ ഇതാന്നൊക്കെ ചോദിക്കുക. അതൊക്കെ നോ കൊടുക്കാം. പിന്നെ മെൻറ്ററിൻ്റെ പേര് വേണേൽ ഫെസിലിറ്റേറ്ററിൻ്റെ പേര് തന്നെ വേണേൽ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഐഡിയ സബ്മിറ്റ് ആവത്തുള്ളൂ. സേവ് ഐഡിയ കഴിഞ്ഞ് പിന്നെ ഒരു പേജ് കഴിഞ്ഞ് സബ്മിറ്റ് ഐഡിയ ആവത്തുള്ളൂ. അത്ര ആയിക്കഴിഞ്ഞാൽ ഐഡിയ സബ്മിറ്റ് ആവും.